അതീവ അപകടകാരികളായ ജീവികളോട് അമിതമായ കൗതുകം കാണിക്കുന്നത് ചിലപ്പോൾ ജീവന് തന്നെ ഭീഷണിയായേക്കാം. അത്തരത്തിൽ ലോകത്തെ ഏറ്റവും മാരകമായ വിഷമുള്ള കടൽപ്പാമ്പുകളിൽ ഒന്നായ ഒലീവ് സീ സ്നേക്ക് എന്ന വിഭാഗത്തിൽപ്പെട്ട പാമ്പിനെ യാതൊരു ഭയവുമില്ലാതെ കൈകൊണ്ട് തൊടുന്ന ഒരു യുവാവിന്റെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നത്. ഓസ്ട്രേലിയൻ തീരത്ത് നിന്നാണ് നടുക്കുന്ന ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. ഐസക് ഫെനീച്ച് എന്ന സോഷ്യൽ മീഡിയ ഉപയോക്താവാണ് ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഒരു ബോട്ടിലിരുന്ന് കടൽ യാത്ര ആസ്വദിക്കുകയായിരുന്നു യുവാവ്. ഈ സമയത്താണ് ബോട്ടിന് തൊട്ടരികിലൂടെ ആഴക്കടലിന്റെ വന്യതയിൽ നിന്നും മാരക വിഷമുള്ള ഒരു ഒലീവ് സീ സ്നേക്ക് നീന്തി വരുന്നത് ഇയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പാമ്പിനെ കണ്ടതോടെ ഭയന്ന് മാറുന്നതിന് പകരം അതിനെ കയ്യിലെടുക്കാനാണ് യുവാവ് ശ്രമിച്ചത്. വളരെ ശാന്തനായി പാമ്പിന്റെ ശരീരത്തിൽ സ്പർശിക്കുകയും അതിനെ താലോലിക്കുകയും ചെയ്യുന്ന യുവാവിനെ വീഡിയോയിൽ കാണാം. പാമ്പിന്റെ ശരീരം തൊടാൻ വളരെ സോഫ്റ്റ് ആണെന്ന് ഇയാൾ അതിശയത്തോടെ പറയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നാൽ വന്യജീവിയായ പാമ്പ് ഈ സ്പർശനത്തോട് പെട്ടെന്ന് പ്രതികരിച്ചു. യുവാവ് വീണ്ടും തൊടാൻ ശ്രമിച്ചതോടെ പാമ്പ് ചീറ്റാൻ തുടങ്ങുകയും ആക്രമണ സ്വഭാവം കാണിക്കുകയും ചെയ്തു. പാമ്പ് ചീറ്റാൻ തുടങ്ങിയതോടെ അപകടം മണത്ത യുവാവ് പെട്ടെന്ന് കൈ പിൻവലിച്ചു. തലനാരിഴയ്ക്കാണ് ഇയാൾ പാമ്പിന്റെ കടിയിൽ നിന്നും രക്ഷപ്പെട്ടത്. യുവാവ് കൈ മാറ്റിയതിന് പിന്നാലെ പാമ്പ് കടലിന്റെ ആഴങ്ങളിലേക്ക് നീന്തിപ്പോയി. ഏതാനും സെക്കൻഡുകൾ നീണ്ടുനിന്ന ഈ ദൃശ്യങ്ങൾ കണ്ട പലരും ഭീതിയോടെയാണ് പ്രതികരിക്കുന്നത്. നിമിഷ നേരം കൊണ്ട് വീഡിയോ ആഗോളതലത്തിൽ വൈറലായി മാറി. വീഡിയോ വൈറലായതോടെ യുവാവ് കാട്ടിയ അവിവേകത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് ഉയരുന്നത്. സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരം അഭ്യാസങ്ങൾ കാണിക്കരുതെന്ന് നെറ്റിസൺസ് മുന്നറിയിപ്പ് നൽകുന്നു. ഒരു നിമിഷത്തെ അശ്രദ്ധ മതിയായിരുന്നു ജീവിതം അവസാനിക്കാൻ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത്. ക്യൂട്ടായി തോന്നാമെങ്കിലും ഇവ മരണദൂതന്മാരാണെന്ന് മറ്റൊരാൾ ഓർമ്മിപ്പിച്ചു. കടൽ പാമ്പുകളിൽ വെച്ച ഏറ്റവും മാരകമായ വിഷമുള്ള ഇനങ്ങളിൽ ഒന്നാണ് ഒലീവ് സീ സ്നേക്ക്. കരയിലുള്ള പല പാമ്പുകളെക്കാളും 10 മടങ്ങ് അധികമാണ് ഇവയുടെ വിഷത്തിന്റെ തീവ്രത. മനുഷ്യന്റെ നാഡീവ്യൂഹത്തെയും പേശികളെയും നിമിഷങ്ങൾക്കുള്ളിൽ തളർത്താൻ ശേഷിയുള്ളതാണ് ഇതിന്റെ വിഷം. ഇത്തരം പാമ്പുകളെ കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. സാധാരണഗതിയിൽ ഈ പാമ്പുകൾ മനുഷ്യരെ പ്രകോപിപ്പിക്കാറില്ല. കടലിനടിയിലെ പവിഴപ്പുറ്റുകൾക്കിടയിലാണ് ഇവയെ കണ്ടുവരുന്നത്. എന്നാൽ തങ്ങളുടെ ആവാസ വ്യവസ്ഥയിൽ ആരെങ്കിലും അതിക്രമിച്ച് കയറുകയോ ശരീരത്തിൽ സ്പർശിച്ച് ഉപദ്രവിക്കുകയോ ചെയ്താൽ ഇവ അതിശക്തമായി പ്രത്യാക്രമണം നടത്തും. യുവാവിന്റെ സ്പർശനം പാമ്പിനെ പ്രകോപിപ്പിച്ചത് കൊണ്ടാണ് അത് ചീറ്റാൻ തുടങ്ങിയത്. ഓസ്ട്രേലിയൻ തീരങ്ങളിൽ ഇത്തരം പാമ്പുകളുടെ സാന്നിധ്യം കൂടുതലാണ്. കടലിൽ വിനോദസഞ്ചാരത്തിന് എത്തുന്നവർ പലപ്പോഴും ഇവയുടെ അപകട സാധ്യത തിരിച്ചറിയാറില്ല. ഇവയുടെ കടിയേറ്റാൽ പെട്ടെന്ന് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങില്ലെങ്കിലും വിഷം ഉള്ളിലെത്തിയാൽ ഹൃദയസ്തംഭനം വരെ സംഭവിക്കാം. ഉടൻ തന്നെ വിദഗ്ധ ചികിത്സ തേടുക എന്നത് മാത്രമാണ് ഏക പോംവഴി. സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി വന്യജീവികളെ ശല്യം ചെയ്യുന്ന പ്രവണത കൂടി വരികയാണെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം വീഡിയോകൾ മറ്റുള്ളവർ അനുകരിക്കാൻ സാധ്യതയുള്ളതിനാൽ അവ പ്രോത്സാഹിപ്പിക്കരുതെന്നും ആവശ്യമുയരുന്നുണ്ട്. യുവാവിനെതിരെ നിയമ നടപടി വേണമെന്നും ചിലർ ആവശ്യപ്പെടുന്നുണ്ട്. കടലിന്റെ ഉപരിതലത്തിൽ ശ്വസിക്കാൻ എത്തുന്ന സമയത്താണ് ഇത്തരം പാമ്പുകൾ ബോട്ടുകൾക്ക് അരികിൽ പെടാറുള്ളത്. അവയെ തടസ്സപ്പെടുത്താതെ കടന്നുപോകാൻ അനുവദിക്കുകയാണ് വേണ്ടത്. ആഗോളതലത്തിൽ ചർച്ചയായ ഈ വീഡിയോ വന്യജീവികളോടുള്ള പെരുമാറ്റത്തിൽ മനുഷ്യർ പാലിക്കേണ്ട മിനിമം മര്യാദകളെക്കുറിച്ചും സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചും വീണ്ടും ചിന്തിപ്പിക്കുകയാണ്.